ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. 2026 നിങ്ങളുടെ ഭാഗ്യവർഷമാവണമെങ്കിൽ, തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കർഹമായിട്ടുള്ളതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യൂ. മറ്റൊന്നുമല്ല, കലണ്ടർ. നമ്മൾ യൂസ് ചെയ്യുന്ന കലണ്ടർ എപ്പോഴും തെറ്റായിട്ടുള്ള ദിശയിൽ സ്ഥാപിക്കുന്നതും അതുപോലെ തന്നെ ആ കലണ്ടർ ശരിയായ വിധത്തിൽ കാണാതെ അതിനെ മറച്ചു വെക്കുന്നതും, ഈ കലണ്ടറിന് നമ്മൾ സമയം ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാതിരിക്കുന്നതും ഒക്കെയും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗ്യവുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളെപ്പോഴും കലണ്ടർ ശരിയായ ദിശയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഭാഗ്യത്തെ അട്രാക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇത് റോങ് ആയിട്ടുള്ള ഭിത്തിയിൽ വെക്കുന്നതിലൂടെ നെഗറ്റിവിറ്റിയും നിർഭാഗ്യവുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത്, വടക്ക് ഭാഗമാണ് ഏറ്റവും നല്ലൊരു സ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ കലണ്ടർ ഫേസ് ചെയ്യുന്നത് സൗത്തിലേക്കായിരിക്കും, എന്നാൽ നമ്മൾ നോക്കുന്നത് നോർത്തിലേക്കാണ്. നോർത്ത് എന്നാൽ ലക്ഷ്മിയാണ്, കുബേരദിക്കാണ്. അപ്പൊ നോർത്തിലേക്ക് നമ്മൾ നോക്കി ഓരോ ഡേറ്റും നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് നോക്കി കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭാഗ്യ നമ്പറിനെ, ഭാഗ്യ ദിവസത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരിക്കലും തെക്കു ഭിത്തിയിൽ വെക്കാൻ പാടില്ല. മഹാദോഷവും ആ വർഷം നെഗറ്റിവിറ്റിയും നിർഭാഗ്യവുമാണ് അട്രാക്ട് ചെയ്യാൻ സാധിക്കുക. നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.